അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കർക്കിടകം എന്താ ബസ് കയറി യാത്ര തിരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ അതുക്ക് മുമ്പേ ഓടി പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരക്കോട് തിരക്കാണ് നമ്മുടെ കർക്കിടകത്തിൻ്റെ തിരക്കുകൾ. സാധാരണ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നവരുടെ തിരക്ക് എല്ലാം പെട്ടെന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മരുന്നുകളും കൂടി പരിചയപ്പെടാം. ഇതാണ് ജടാമാഞ്ചി എന്ന് പറയുന്നത്. ഇതിൻ്റെ ജട പോലുള്ള വേരിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സുഗന്ധമുള്ള തൈലമുണ്ട്. അത് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പണ്ട് വീട്ടിൽ ഇത് വെച്ചിട്ട് എണ്ണ കാച്ചി, എരുമപ്പാലും ഈ ജടാമാഞ്ചിയും കറ്റാർവാഴയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ എണ്ണ കാച്ചി തരുന്നത്. ഞരമ്പുകൾക്കൊരു ടോണിക്കാണിത്. പിന്നെ അതുപോലെ തന്നെ മാനസിക സംഘർഷവും തലവേദനയൊക്കെ മാറാൻ നല്ലതാണ്. അരൂതയാണ് കേട്ടോ. കുട്ടികളുള്ള വീട്ടിൽ, എൻ്റെയൊക്കെ കുഞ്ഞിലേ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കുഞ്ഞു മക്കളുള്ള വീട്ടിൽ അവർക്ക് പേടി കിട്ടാതിരിക്കാൻ ഈ അരൂത നട്ടുപിടിപ്പിക്കും. പാമ്പൊന്നും അടുക്കത്തില്ല. ഇതാണ് ജടാമാഞ്ചി. ഒന്നുകൂടി ഒന്ന് കണ്ടോ, ജടാമാഞ്ചി കണ്ടോ? കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോളൂ. എണ്ണ കാച്ചാൻ ബെസ്റ്റാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് തലവേദനയ്ക്കൊക്കെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയാവോ? ഇതാണ് ഞാഴൽ പൂവെന്ന് പറയും. ഇത് അൾസർ, ആർത്രൈറ്റിസ്, അത് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്, മുഖത്തെ കറുത്ത പാടുകൾ, പൊള്ളൽ, അതുപോലെ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന എരിച്ചിൽ, ഛർദി, ഇതിനൊക്കെ ഒന്നാം തരമാണ്. പ്രസവ മരുന്നുകളിൽ, അതായത് പ്രസവ ചികിത്സയ്ക്ക് പണ്ടുകാലം മുതൽ ഉപയോഗിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഇത് മേമ്പാടയെന്ന് പറയും. ഈ മേമ്പാടയും കരിഞ്ചീരവും കൂടി എണ്ണ കാച്ചിയിട്ടാണ് ചെറുപ്പത്തിൽ നമുക്ക് ദേഹത്തൊക്കെ പുരട്ടിത്തരുന്നത്. വളരെ നല്ലതാണേ. അത് നമ്മുടെ ചിറ്റരത്തെയാണ്. ചിറ്റരത്തെയും ചുവന്ന അരത്തയുണ്ട് കേട്ടോ. ചുവന്ന അരത്ത 2 തരം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് അരത്തയാണേ. ഇത് ചെറുതിപ്പലിയാണേ. തിപ്പലി 3 സൈസ് ഉണ്ട് കേട്ടോ. ഇത് ഉരുളൻ തിപ്പലി ഉണ്ട്. ഇത് കണ്ടോ. ഇനി നല്ല നീളമുള്ള, നമ്മുടെ കുഞ്ഞു വിരലിൻ്റെയൊക്കെ അത്ര നീളമുള്ള വലിപ്പമുള്ള തിപ്പലിയുണ്ട്. അപ്പോൾ ഇത് മായാക്കാണ്. അപ്പോൾ ഓരോ മരുന്നുകളെക്കുറിച്ച് നമുക്ക്, ഇത് നാഗപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ കണ്ടാലൊന്ന് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ചുവന്ന അരത്ത, ചിറ്റരത്തയും അരത്തയും ഉണ്ട് കേട്ടോ. അതിൽ ഒരു അരത്തയാണത്. പിന്നെ നിങ്ങളെ പലരും കസ്തൂരി മഞ്ഞൾ കണ്ടിട്ടില്ലാത്തവർ കാണും. ഇവനാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ ഒരിക്കലും മഞ്ഞ കളറല്ല, ക്രീം കളറാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഐവറി കളറൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല മണവുമാണത്. ഇതാണ് കച്ചോലം എന്ന് പറയുന്നത്. കച്ചോലം ഞാനിവിടെ ഒരു ബക്കറ്റിൻ്റെ അകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കിഴങ്ങാണ് എടുത്തിട്ട് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് കേട്ടോ. ചുക്കുണ്ട്. ഇത് കടുകുരോഹിണി എന്ന് പറയും കേട്ടോ. കടുകുരോഹിണി എന്ന്, കടൂരമണി എന്ന് പറയും പെട്ടെന്ന് പറയുമ്പോൾ. കടുകുരോഹിണിയാണ്. കടുകുരോഹിണി 2 തരം ഉണ്ട് കേട്ടോ. വെളുത്ത കടുകുരോഹിണിയുണ്ട്, കറുത്തതുമുണ്ട്. അപ്പോൾ വെളുത്ത കടുകുരോഹിണിക്കാണ് ഗുണം കൂടുതലുള്ളത്. വേരും തണ്ടും എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കുവേ. അതുപോലെ തന്നെ രക്തത്തിലെ വിഷാംശം നീക്കി നമ്മുടെ രക്തം ശുദ്ധമാക്കാനും ഇതിന് സാധിക്കും. അതുപോലെ മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കും. ഇതാണ് ത്രികോൽപ്പക്കൊന്ന അഥവാ ത്രികോൽക്കൊന്ന എന്നെളുപ്പം പറയുന്നത്. അർശസ്, മഹോദരൻ, ജ്വരം, വാതരോഗങ്ങൾ, ഇതിനെല്ലാം സൂപ്പർ സ്റ്റാറാണ്. ഇതെന്താണെന്നറിയാമോ? ഇതാണ് കുടകപ്പാലരി. അരിയാറെന്ന് കേട്ടിട്ടുണ്ടോ? 6 അരികളാണുള്ളത്. അതിൽ കുടകപ്പാലരിയാണിത്. കുടകപ്പാലരി അതിസാരത്തിന്, അതായത് രക്തം പോകുന്ന വയറ്റിളക്കം ഉണ്ടല്ലോ, അതിന് വരെയും ഔഷധമാണ്. വാതരോഗങ്ങൾക്കും അടിപൊളിയായിട്ട് ഇത് മരുന്ന് തന്നെയാണ്. അപ്പോൾ അരികൾ 6 കുടകപ്പാലരി, കാർഗോലരി, വിഴാലരി, ചെറുപുന്നേരി, കൊത്തമ്പാലരി, ഏലത്തരി. ഇത് ഇത്രയാണ് 6 തരം അരികൾ. ഇതെല്ലാം ഔഷധങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പണ്ട് എൻ്റെ വല്യാപ്പിച്ച ഉള്ള കാലത്ത് ഈ അരികൾ 6ഉം ചേർത്തിട്ട് വേറെ കുറേ മരുന്നുകൾ ചേർത്തിട്ട് ഈ ചതവിന് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കും. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് പാടക്കിഴക്കെന്ന് പറയും. നമ്മുടെയൊക്കെ പറമ്പുകളിലൊക്കെ എപ്പോഴും നമ്മൾ കാണുന്ന സാധനമാണ്. ഇത് ചുവന്നരത്തയാണ് കേട്ടോ. ചുവന്നരത്ത ഞാൻ പറഞ്ഞില്ലേ, ചിറ്റരത്ത, അരത്ത 2 വിധം പറഞ്ഞില്ലേ, അതിലെ ചുവന്നരത്തയാണിത്. നല്ല ചുവപ്പ് കളറാണ് അതിൻ്റെ. അതങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ കാണാം. കണ്ട തടി കണ്ടോ, നല്ല ചുവപ്പില്ലേ. അപ്പോൾ ഇനി നമുക്ക് 6 അരികൾ കാണാം. അതായത് മാതൾ നാരകത്തോടാണ്. ഇതെന്താണെന്നറിയാമോ? കാർഗോലരി. നമ്മൾ അരികൾ 6 പറഞ്ഞില്ലേ, അതിൽ നമ്മൾ ആദ്യം കണ്ടത് കുടകപ്പാലരിയായിരുന്നു. ഇത് കാർഗോലരിയാണ്. കണ്ടോ, കാർഗോലരി നമുക്കറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. അതാണ്ട് ആദ്യം കണ്ട കുടകപ്പാലരി, രണ്ടാമത്തത് കാർഗോലരി, ഇതാണ് ചെറുപുന്നേരി. ഇനി വിഴാലരിയുണ്ട് കേട്ടോ. അത് ചെറുപുന്നേരിയാണ്. അപ്പം ഒന്ന് കുടകപ്പാലരി, രണ്ടാമത്തത് കാർഗോലരി, മൂന്നാമത്തത് ചെറുപുന്നേരി, അത് കാർഗോലരിയാണ്. ഇത് ചെറുപുന്നേരി. ഇനി വരുന്നതാണ് വിഴാലരി. കണ്ടോ, ഇതാണ് വിഴാലരി. വിഴാലരിക്ക് ഒരു ചെറിയ ഞെടുപ്പ് പോലെ നീട്ടമുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ജാതിപത്രിയുണ്ട്, ഏലക്ക, ഗ്രാമ്പ്, എടംപിരി, വലംപിരി, ഈ സകല സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ എണ്ണിയാൽ ഒന്നും പറ്റത്തില്ല, അതുപോലെ മരുന്നുകളാണ്. ഇതിൽ നമ്മൾ ചേർക്കുന്നതും ചേർക്കാത്തതും കൂടിയാണ് ഞാൻ കാണിച്ചത്. അതിൽ ചില മരുന്നുകൾ കാട്ടുജീരകമൊക്കെ ഭയങ്കര കയ്പ്പാണ്, അതൊന്നും നമ്മൾ ഇതിനൊന്നും ഉപയോഗിക്കത്തില്ല. ഇതാണ് തേറ്റാമ്പരലെന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇത് പാലിൻ്റെ അകത്ത് പുഴുങ്ങിയിട്ട് ആട്ടുകല്ലിലിട്ട് ആട്ടി അത് തെന്നി പോകും. ഭയങ്കര പാടാണ് ഇത് അരച്ചെടുക്കാൻ കേട്ടോ. ഇത് ഉരലിലിട്ട് ഇടിച്ചാലും ഇടിയത്തില്ല കേട്ടോ, ചതഞ്ഞ് ചാടി കിടക്കും. ബാക്കിയുള്ള മരുന്നുകൾ പോലും നമുക്ക് ഇടിച്ചെടുക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം പുറത്തോട്ട് ചാടിപ്പോകും. എൻ്റെ കൊച്ചി ചെറുപ്പത്തിലൊക്കെ ഇവർ ഇടിക്കുന്നതിൻ്റെ 4 വശവും ഇതിങ്ങനെ ചാടി കിടക്കുന്നത് കാണാം. പിന്നീടാണ് ഇത് പുഴുങ്ങി അരയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതായത് മഞ്ഞൾ, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുപോലുണ്ട്. ഇതാണ് നമ്മുടെ കോലരക്ക് കണ്ടോ. അടുത്ത ബാച്ചിലേക്കുള്ള കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുകയാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ജീരകമാണോ അതോ ചതയിപ്പയാണോ? ഇങ്ങോട്ട് തട്ടു കുട്ടി. നല്ല ജീരകം തന്നെ, നല്ല ജീരകം. അല്ലല്ല, ചതയിപ്പ. നമ്മുടെ ചതയിപ്പ തട്ടുകയാണ് കുട്ടികളെ, തട്ടുകയാണ്. നമ്മുടെ വീഡിയോ ഒരല്പം ലെങ്തിയാണ്, അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവരൊക്കെ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കാണുക. അല്ല, മലരുണ്ടല്ലോ, മലര് അതുപോലെ. അങ്ങനെ ഇന്നത്തെ ഉദ്ഘാടനം നമ്മൾ നമ്മുടെ ചതയുപ്പയിലാണ് തുടങ്ങിയത്. അടുത്തത് നമ്മുടെ അമുക്കുര ആശാൻ വന്നിട്ടുണ്ട്. അമുക്കുരം കണ്ട, ഇതൊരു മണവാ. നമുക്കൊരു തട്ടിയിടുമ്പത്തിന് അശ്വഗന്ധ എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് നമ്മുടെ അശ്വഗന്ധ. അപ്പം നമ്മുടെ അശ്വഗന്ധ കൂടി ഒന്ന് പാറ്റി പെറുക്കി അതിൻ്റെ കിഴങ്ങ് കണ്ട ടക്കേന്ന് വിടുക. ആക്കട്ടെ. ചതയിപ്പം എല്ലാം പാറ്റിതാണ്ട ചാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവനെ കൂടെ പാറ്റി പെറുക്കി വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ നമ്മൾ പാറ്റി പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുറുക്കിൻ്റെയൊക്കെ മണമോ നമുക്ക് ഈ ഇത് അയമോദകം മണപ്പിക്കുമ്പോൾ. അത് കവറ് പൊട്ടിക്കുമ്പോൾ തന്നെ ശരിക്കും മുറുക്കും പക്കാവടയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മളിങ്ങനെ ഇതിടത്തില്ലേ, അതിൻ്റെ ആയിരിക്കാം നല്ല അത് കഴിക്കുന്ന ഒരു മണം വന്നിട്ടുണ്ട്. എല്ലാം നല്ല പോലെ ഉണങ്ങിയതാ, നോക്കിക്കേ കണ്ടോ, പൊടിഞ്ഞു വരും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്നത് കണ്ടോ ദാ, അത്ര മാത്രം ഉണക്കി വൃത്തിയാക്കിയതാണിത്. ചീരകം പൊട്ടിക്കുകയാണ്. ഇടാണ്. അടുത്ത അളിനെയും തട്ടുകയാണ്. അപ്പോൾ ഇതിവിടെ അനസ്യൂതം നടന്നുകൊണ്ടേയിരിക്കും. എന്നാലും ചിലർക്ക് ഇത് വലിയ ഇഷ്ടം കേട്ടോ. ഒരുപാട് പേര് എനിക്ക് പറയും പാചകത്തെക്കാളും ഒക്കെ ഒത്തിരി ഇഷ്ടം ഈ മരുന്നുണ്ടാക്കുന്ന വീഡിയോ കാണുന്നതാണെന്ന് ഒരുപാട് പേരങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് തന്നെയല്ല, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അറിയില്ലല്ലോ ഇങ്ങനൊരു സംഭവം. അപ്പോൾ മരുന്നുകളെക്കുറിച്ചൊന്നറിയാം, അതുപോലെ തന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. പണ്ടത്തെയൊക്കെ അശ്വഗന്ധ ഇതുപോലെയായിരുന്നിരുന്നത് കണ്ടോ. അങ്ങനെ കുറച്ച് മാത്രമേ ഇപ്പം അങ്ങനെ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇപ്പം കുറച്ച് മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ കണ്ടോ. പണ്ടത്തെ അശ്വഗന്ധ ഇതേമാതിരിയായിരുന്നു നമ്മുടെ അമുക്കുരം കണ്ടോ. ഇപ്പം മിക്കതും ഈ കളറാണ്. നല്ല തൂവെള്ളയായിരുന്നു പണ്ട്. അതാ കണ്ട, ഒടിക്കുമ്പോൾ നല്ല വെള്ള കളറാണ്.
ചെറുതൊക്കെ അങ്ങനത്തതാ കേട്ടോ. ഇതാ കണ്ടോ, നന്നായിട്ട് ഒടിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ്ട കണ്ട അശ്വഗന്ധ. നമ്മുടെ ഓരോ മരുന്നുകൾക്കും കണക്കുണ്ട് കേട്ടോ. ചുമ്മാ വാരിക്കോരി അങ്ങ് ഇടാനൊന്നും പറ്റത്തില്ല. ഓരോന്നിനും അതിൻ്റെതായ കണക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഉമ്മാടെ വാപ്പ, എൻ്റെ വല്യാപ്പിച്ചായും എൻ്റെ വല്യമ്മ, ഉമ്മാടെ ഉമ്മ, ഇവരൊക്കെയാണ് ഇതിൻ്റെ എല്ലാ ആശാന്മാർ കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ അയ്യോ കിഴികെട്ടിൻ്റെ ഒരു മേളവാണ്. ഒരു കിഴിയല്ല, പല കിഴികൾ കിട്ടും. കാരണം അംഗങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 3-4 കിഴിയൊക്കെ കിട്ടും കേട്ടോ. വല്യാപ്പച്ചയാണ് അതിൻ്റെ ആൾ. ഞങ്ങൾ പിള്ളേരിങ്ങനെ നോക്കിയിരിക്കും. കിഴി മുതൽ കഞ്ഞികൾ, തേച്ചുകുളി, ഇതെല്ലാം അനുസ്യൂതം. ഇപ്പോഴല്ലേ ഇതൊരു ഭയങ്കരമായ എന്തോ ഒരു വിപ്ലവം പോലല്ലേ ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്ന തേച്ചുകുളി, കർക്കിടകക്കഞ്ഞി, ഔഷധ സേവ, ഇത് പണ്ട് കാലം മുതലേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. അത് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചര്യ പോലെ ആയിപ്പോയിട്ടുണ്ട് ഇതെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പണ്ടൊക്കെ ഈ മരുന്നിലൊക്കെ ഒന്ന് ഇളക്കാനൊക്കെ എന്ത് ഇഷ്ടമായിരുന്നെന്ന് പറഞ്ഞോ. 7 അയലത്ത് അടുപ്പിക്കത്തില്ല. കാരണം പിള്ളേർ മണ്ണ് വാരി ഇടുവോ എടുക്കുവോ ചെയ്യും. പിള്ളേരുടെ കളിക്കുന്ന സ്ഥലമല്ല ഇത്, ഇവിടുന്ന് പൊക്കോണോ ഒന്ന് ഓടിച്ചു വിടും. അന്നൊക്കെ കൊതിയാണ് ഇതിലൊക്കെ ഇട്ട് അന്ന് ഇളക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അതിനും കൂടെ ഉള്ള വാശി ഞാനങ്ങ് തീർക്കുക. ഇപ്പം എൻ്റെ സാമ്രാജ്യമല്ലേ, ഞാൻ ഇളക്കി റെഡിയാക്കി എടുക്കുക. ഈ വയമ്പിൻ്റെ തൊണ്ട് മിക്കപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്തുവാ സംഭവം എന്ന്. കണ്ട ആ വയമ്പിൻ്റെ ഈ പുറംചട്ടയായത് ഞാൻ ചിലപ്പോൾ ഇത് പെറുക്കി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കളയണ്ട, അത് ഔഷധ ഗുണമുള്ളതല്ലേ. വയമ്പ് ഇതൊക്കെ വയമ്പ. തേനും വയമ്പും കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇതിലിങ്ങനെ ചാക്കിൽ നിറച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പാറ്റി പെറുക്കി റെഡിയാക്കുക. ഇരട്ടി മധുരമാണിത്, ഇരട്ടി മധുരം. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മുഖസൗന്ദര്യത്തിന് ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നൊരു സമയം കിട്ടുന്നില്ല. ഈ ഇരട്ടി മധുരമൊക്കെ വെച്ചിട്ട് ഒത്തിരി ഫേസ് പാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇനി സമയമില്ലാത്തത് കൊണ്ടാണ്. കണ്ടോ ഇതെല്ലാം ഇരട്ടി മധുരമാണ്. എന്തുമാത്രം മരുന്നുകളുടെ ഒരു കൂമ്പാരമാണെന്നറിയാമോ? ഒരു കൂമ്പാരം. ഇതിൽ ഓരോരോ മരുന്നുകളും ഓരോരോ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് എണ്ണി പറയാനും മാത്രമുണ്ട്. ബാക്കി ഓരോന്നിങ്ങനെ പാറ്റി പെറുക്കി നോക്കി അഴുക്കോ ഒന്നുമില്ല, ഇതിലെങ്ങും ഒന്നുമില്ല. നമ്മൾ നോക്കാൻ പോലും ഒന്നുമില്ല. അത്രയ്ക്ക് വിശ്വസ്തമായ സ്ഥലത്തു നിന്നാണ് നമ്മളിത് വാങ്ങിക്കുന്നത് പോലും. ഉണ്ട് നമ്മുടെ നീളമുള്ള തിപ്പലിയില്ലേ, അതിൻ്റെ തന്നെ ഉരുണ്ട തിപ്പലിയായത്. ഉണ്ടോ, ഉരുളൻ തിപ്പലി. ഇനി ഇതിനേക്കാളും നല്ല നീളമുള്ള തിപ്പലി ഞാൻ വേറൊരു വീഡിയോയിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ അവർ കൃഷി ചെയ്യുന്നത് നമ്മുടെ വിരലിൻ്റെ അത്രയും നീളമാണ് ഒരു തിപ്പലിയുടെ നീളം. ഇത് ഉരുളൻ തിപ്പലിയാണ് കേട്ടോ. തിപ്പലി തന്നെ 3 ഇനം കണ്ടുണ്ട്. എൻ്റെ അറിവിൽ എനിക്ക് അറിയാവുന്ന ഒരു 3 ഇനമാണ്. അതിൽ നല്ല നീളമുള്ള തിപ്പലിയുണ്ട്. അല്ലാതെ നമ്മൾ ചുക്കുമുളക് തിപ്പലി പൊടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇത്രയും നീളമുള്ളതുണ്ടല്ലോ, അതുണ്ട്. ഈ ഉരുളൻ തിപ്പലിയുണ്ട്. അപ്പം 3 ഇനം തിപ്പലിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഉരുളൻ തിപ്പലിയാണ് കിടക്കുന്നത്. കൽക്കണ്ട ഒരു കഷ്ണം കിടക്കുന്നു. അപ്പം നമ്മുടെ ഒരു ചാക്ക് സാധനം എല്ലാം പാറ്റി പെറുക്കി വൃത്തിയാക്കി. കണ്ടോ, ഓരോ ട്രിപ്പും ഓരോരോ ബാച്ചിലേക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ പാറ്റി വൃത്തിയാക്കി റെഡിയാക്കി മാറ്റി വയ്ക്കുക. എന്തുമാത്രം മരുന്നുകളുടെ ഒരു കൂമ്പാരമാണെന്നറിയാമോ നമ്മുടെ മരുന്ന് കൂട്ട്, ലേഹ്യക്കൂട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മൾ 10-40 പരം വെട്ടുമരുന്നുകൾ, ചതാവേലിക്കിഴങ്ങ്, കോലരക്ക് തിളപ്പിച്ച വെള്ളം, അങ്ങനെ കുറേ വേറെ കിടക്കുന്നു. അപ്പോൾ കണ്ട ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ഒതുക്കി മാറ്റുകയാണ്.
കാരണം ഇനി കർക്കിടകത്തിരക്കല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ അന്നേരം പെട്ടെന്ന് ഓടി ചെയ്യാതെ എല്ലാം കുറേശ്ശെ പാറ്റിപ്പെറുക്കി വൃത്തിയാക്കി ചാക്കുകളിലേക്ക് മാറ്റി വയ്ക്കുക. ഈ മരുന്നുകളെല്ലാം തന്നെ നന്നായിട്ട് ഉണങ്ങിയ മരുന്നുകളാണ്. എങ്കിലും നമ്മളൊന്ന് പാറ്റി പെറുക്കിയിട്ട് വെയിലുള്ള സമയത്ത് നല്ലതുപോലെ ഉണക്കി ചാക്കിൽ വാരി കെട്ടി വെക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചില്ലേ, മിക്ക മരുന്നുകളും ഞാൻ എടുത്ത് കയ്യിലോട്ട് ഞെരടി കാണിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നില്ലേ. എങ്കിലും നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് വെയിൽ കണ്ടാൽ അന്നേരം എളുപ്പം വെയിലത്തോട്ടിട്ടൊന്ന് ഉണക്കി വാരി റെഡിയാക്കിയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഓരോന്നോരോന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ ശതാവേലി കിഴങ്ങ് നല്ല ശതാവേലിയാണ് കേട്ടോ. പിന്നെ അത് അധികം അഴുക്കും ചെളിയും ഒന്നുമില്ല. അപ്പോൾ ഇനി ഇതെല്ലാം അതിൻ്റെ മൊരിയും കാമ്പും എല്ലാം കളഞ്ഞിട്ട് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കും. നമ്മുടെ ലേഹ്യത്തിൽ പ്രധാനമായിട്ടും ഇത്രയും ശതാവേലിക്കിഴങ്ങ് ചേർക്കുന്നത് തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിയൂരുക്കം, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, അതിനൊക്കെ ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് നമ്മുടെ ഈ ശതാവേലി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കരിപ്പെട്ടി ഉരുക്കലും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയാണ്. കരിപ്പെട്ടിയൊക്കെ ഉരുക്കാനുള്ള പുറപ്പാടിലാണ്. ഓരോന്ന് ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചരുവവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇനി ഉരുക്കി എടുക്കണം. ആയുർവേദ മരുന്നുകൾ ഏത് മരുന്നുണ്ടാക്കിയാലും നമ്മൾ കരിപ്പെട്ടി ചേർത്ത് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ, ശർക്കര ചേർക്കരുത്. നമ്മുടെ കരിപ്പെട്ടിയുടെ ഭംഗി കണ്ടേ. അപ്പോൾ ഇത് നിറച്ചിങ്ങനെ എടുക്കിയിട്ട് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സുന്ദരക്കുട്ടപ്പന്മാരായ കുട്ടിമണികൾ ഉണ്ട്. എല്ലാവരുടെയും മുഖം കണ്ട ചിരട്ട പോലത്തെ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഇതെടുക്കുന്നത്. ഉണ്ട് ഉരുക്കി ഇവനെ ഉരുക്കി റെഡിയാക്കും. ഇത് നിറങ്ങിനിയുണ്ട്, ഇത്രയും കൂടെ ഇതിൽ കൊള്ളും. നമ്മുടെ ചവർപ്പും കയ്പും ഒക്കെയുള്ള മരുന്നുകളെ മധുരമുള്ളതാക്കാനും നമുക്ക് അയണിൻ്റെ കുറവുകളെ പരിഹരിക്കാനും ഒക്കെയാണ്. കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് ഉരുക്കി എടുക്കാൻ പോവാം. നമ്മുടെ കരിപ്പെട്ടി ഇതാ ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഉരുകി തുടച്ച് നമ്മുടെ കോലരക്ക് ഇതാ തിളച്ചോണ്ടിരിക്കുന്നു. തിള ആവുന്നു. ആ മുള 4 വശവും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക ഉണ്ട് കോലരക്ക്. ക്യോലരക്ക് കിഴി കെട്ടിയിട്ടിരിക്കുവാണ്. കിഴി കെട്ടി ആ മുള നേരെ നിൽക്കാൻ വേണ്ടി കലത്തിൻ്റെ 4 വശവുമായിട്ട് കെട്ടി വെച്ചിരിക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ല പാല് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. തലേദിവസം രാത്രി 11 മണിയായപ്പോൾ നമ്മുടെ ഉമ്മക്കുട്ടി വിളിച്ചു, എനിക്ക് നാളെ വരാൻ പറ്റത്തില്ലല്ലോ, മോൻ്റെ പിറന്നാളോ ഏതാണ്ടായിട്ട് അമ്പലത്തിൽ വായന അവരുടെ കണക്കാണ്, അപ്പോൾ അതിട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരണ്ട, ഞാൻ ചെയ്തോളാം. അവൾക്ക് അതിട്ടിട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടെ അസൗകര്യം നമ്മൾ മാനിക്കണമല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ മരുന്നുകളൊക്കെ ഒന്ന് ഇടഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മുടെ കോലരക്ക് തിളപ്പിച്ച വെള്ളം കണ്ടോ, ചില സമയത്ത് കിട്ടുന്ന കോലരക്ക് നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വെട്ടുമരുന്നുകളും ശതാവേലിയും എല്ലാം ഇടിച്ച് പിഴിഞ്ഞ് അതെല്ലാം നീരൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് വേറൊരാളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി വീഡിയോയുടെ മുമ്പിൽ വരാൻ അത്രയ്ക്കങ്ങോട്ട് മനസ്സില്ലാത്ത ആളാണ്. പുള്ളിക്കാരത്തി എന്തോ ഒരു ദുരഭിമാനിയാണ് കേട്ടോ. ബാക്കി സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഉമ വരുന്നത് വരെ നമുക്ക് താൽക്കാലികമായിട്ട് അവരില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ദാണ്ട നമ്മുടെ കോലരക്ക് തിളപ്പിച്ച വെള്ളം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് നല്ല നല്ല കളറാണ്, ചിലപ്പോൾ കിട്ടുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് കളറില്ല. പിന്നെ ഞാൻ അടി കൂടിയിട്ടാണ് എനിക്ക് നല്ലത് തന്നെ വേണം, നല്ല കളർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് തന്നെ ഇത് നമ്മുടെ ബ്ലഡ് ശുദ്ധിയാക്കാൻ പറ്റിയ സാധനമാണ്. എനിക്ക് മറ്റുള്ള ജോലികളൊന്നും ചെയ്തു തന്നില്ല എങ്കിൽ പോലും നമ്മുടെ വെട്ടുമരുന്നുകളൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം. അതുപോലെ തന്നെ ശതാവേലി കുറേ നമുക്ക് പാടാണ് നമ്മുടെ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുന്നത്. ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കും, ഇത് ഇത്രയും കൂടെ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം എനിക്ക് ആ ആളിനെ കിട്ടി, ശ്രീലത എന്നാണ് പേര്. പക്ഷേ പുള്ളിക്കാരത്തി വീഡിയോയ്ക്ക് അത് ഒരു മടി കാണിച്ചപ്പോൾ പിന്നെ നമ്മൾ അത് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടത് വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പുള്ളി നല്ല ക്ലിയറായിട്ട് ഉമ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് റെഡിയാക്കി എല്ലാം കൊണ്ടുതരും. അപ്പോൾ ഞാൻ എന്താണ്ട നമ്മുടെ കരിപ്പട്ടിയുടെ ആ അഴുക്കെല്ലാം വെട്ടി മാറ്റുക കേട്ടോ. ഇത് എന്തായാലും നല്ല ശുദ്ധിയാക്കാതെ നമ്മൾ ചെയ്യത്തില്ല. ഇതെല്ലാം വെട്ടിമാറ്റി നമ്മുടെ കരിപ്പട്ടിയൊക്കെ അരിച്ച് വൃത്തിയാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞതുപോലെ എനിക്കിതൊരു പാടേ അല്ല കേട്ടോ. സത്യം പറയാം, ഇതൊക്കെ ഞാൻ കൊതിച്ചിട്ടുള്ളതാണ് പണ്ട്. ഈ മരുന്ന് ഇടിക്കുന്നിടത്ത് ഇടയുന്നിടത്തൊക്കെ പോയി ഇതിൻ്റെ ഇടയ്ക്കിട്ട് ഇളക്കാനും, അതുപോലെ തന്നെ കരിപ്പട്ടിയെ ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ അയ്യോ പിള്ളേർ സംഘത്തിന് ഞാൻ പറഞ്ഞില്ലേ 7 അയല തടുപ്പിക്കത്തില്ല, ഓടിക്കും. കാരണം ഈ തിളച്ച് മറിഞ്ഞ് കിടക്കുന്ന കരിപ്പട്ടിക്കകത്തൊക്കെ പിള്ളേരാരെങ്കിലും ചടഞ്ഞ് വീണാലുള്ള അവസ്ഥ ആലോചിച്ചു. അത് കാരണം നമ്മളെ ഒന്നും നിർത്തത്ത് പോലുമില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ സത്യം എനിക്ക് കൊതിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ. എനിക്ക് മടി പിടിച്ചിരിക്കുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഊർജ്ജസ്വലമായിട്ട് ചെയ്ത് ഇരിക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് നല്ല ഒരിതാണ്, നമുക്ക് നല്ല ആരോഗ്യം കിട്ടും. ഇതുണ്ടാക്കുമ്പോഴും പാക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരി കഴിക്കുകയും ചെയ്യും. അതിൻ്റെയൊക്കെ ബലം നല്ലതായിട്ടുണ്ടാവും. നമ്മളൊരു 10, 60, 70, 80 വയസ്സായാലും നല്ല ഉഷാറായിട്ട് അവനവൻ്റെ കാര്യമെങ്കിലും നോക്കാമോ. ഇതാ നമ്മുടെ കരിപ്പട്ടിയിലെ അഴുക്ക് മൊത്തം മാറ്റിയതാണ് കണ്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ലേഹ്യത്തിൻ്റെ കൂട്ടെല്ലാം തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ്. പൊടികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സഞ്ചിയുണ്ട്, അതിൻ്റെ അകത്താണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഓടി നടക്കുന്ന കാലത്ത് നമുക്ക് നല്ലതുപോലെ നമ്മൾ ജോലി ചെയ്യണം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഉഷാറാണ്, നമ്മുടെ മനസ്സിനും നല്ല സന്തോഷവും ഒരു എന്താ പറയുന്നത്, മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും ചടഞ്ഞുകൂടി അങ്ങനെ കിടന്നുറങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ആരോഗ്യം കാണത്തില്ല. അപ്പം നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ ലേഹ്യക്കൂട്ടുകളെല്ലാം കലക്കി റെഡിയാക്കി എടുക്കുകയാണേ. അപ്പം നമ്മുടെ കർക്കിടകം ദാണ്ട അങ്ങോട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കർക്കിടകം വരികയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഈ ഒരു മാസക്കാലം നല്ലതുപോലെ ഒന്ന് സംരക്ഷിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ ഒന്ന് അഴിച്ചു പൂട്ടുന്നത് പോലെ, നമ്മളൊരു തുരുമ്പ് പിടിച്ചൊരു മിഷ്യൻ എങ്ങനെ എണ്ണയിട്ട് നമ്മൾ അഴിച്ചു പൂട്ടുന്നുവോ അതേമാതിരി നമ്മുടെ ശരീരത്തെ എണ്ണയും കിഴികളും അതുപോലെ തന്നെ മരുന്ന് കഞ്ഞിയും അരഷ്ടങ്ങളും ലേഹ്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുത്താൽ രോഗങ്ങൾ നമ്മളെ അടുക്കില്ല. പ്രത്യേകിച്ച് മഴക്കാലമാണ്, കർക്കിടകമാകുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഇളതായിരിക്കുന്ന സമയമാണ്. വാതപിത്ത കഫ ദോഷങ്ങൾ, ത്രിദോഷങ്ങളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ശരീരത്തിൽ അധികരിക്കുന്നൊരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് നമ്മുടെ ശരീരത്തിന് ചെയ്താലും അത് നല്ലതായിട്ട് പിടിക്കുന്നൊരു സമയവും കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ പഴമക്കാർ തേച്ചുകുളിയും മരുന്ന് സേവയും അതുപോലെ തന്നെ നമ്മുടെ മരുന്ന് കഞ്ഞികളും ലേഹ്യവും അരിഷ്ടവും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും
പണ്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ മരുന്ന് ശതാവേലി, പിന്നെ വെട്ടുമരുന്നുകൾ ഇടിച്ചത്, മരുന്ന് കൂട്ടുകൾ എല്ലാം പല സെക്ഷനായിട്ട് നമ്മൾ കലക്കി റെഡിയാക്കി അങ്ങോട്ട് വെക്കുകയാണ്. ബാക്കിയൊക്കെ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മുടെ സംഭവങ്ങളെല്ലാം അവിടെ റെഡിയായി വെച്ചിരിക്കുകയാണ്. നമ്മുടെ അടുപ്പ് റെഡിയായി, ഉരുളി റെഡിയായി. കണ്ടാ അമ്മച്ചി ഇതാ. അപ്പോൾ നമ്മുടെ സഖാക്കളെല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ബാക്കിയൊക്കെ അകത്താണ്. വെളുത്തുള്ളിയൊക്കെ രാവിലെ അരച്ചു റെഡിയാക്കി വെച്ചു. ഓക്കെ, എല്ലാം റെഡി. അച്ചായനും രായനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഉപ്പുമാവ് രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ള പണിക്കൊക്കെ നിന്നത് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ അരച്ചതും ബാക്കി മാവ് പൊടിയെല്ലാം കലക്കിയതെല്ലാം ഇതുണ്ടാക്കി വെച്ചിട്ടായിരുന്നു. നമുക്ക് ഏത്തപ്പഴമുണ്ട്, പഴത്തിന് പോയിട്ട് അച്ചായൻ പഴത്തിന് പോയിട്ട് പഴം കിട്ടിയില്ല. അപ്പോൾ പഞ്ചസാരയും ഏത്തപ്പഴവും ഉപ്പുമാവും കൂടി അങ്ങോട്ട് കഴിക്കട്ടെ അല്ലേ, പിന്നല്ലാതെ. രായനും അച്ചായനും ഒക്കെ ഉപ്പുമാവ് കൊടുക്കാം. ആ ആ ആ അതെ അച്ഛാ, നിങ്ങൾ കഴിച്ചോണ്ട് അങ്ങ് നിൽക്ക്. ഞാൻ ചപ്പാത്തി ഒന്നും പരത്താൻ സമയം കിട്ടിയില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഉൽപ്പുമാവ് ഉണ്ടാക്കി. ഉൽപ്പുമാവും പഞ്ചസാരയും ഏത്തപ്പഴവും കൂടി തിന്നട്ടെ. ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ട്. അയ്യോ, കുറച്ച് കട്ടൻ ചായയും കൂടി ഇടുവാണെങ്കിൽ സൂപ്പറല്ലേ. ഉപ്പുമാവിനോടൊപ്പം നമ്മുടെ കട്ടൻ ചായ. എന്നിട്ട് വെള്ളം തിളച്ചു, തേയില അങ്ങോട്ട് ഇട്ട് ഒറ്റ തീർന്നു, ഓഫാക്കി. രാവിലെ തന്നെ ഇപ്പോൾ 7:30 ആയതേ ഉള്ളൂ. കണ്ട നമ്മുടെ അരി വേവായിട്ടുണ്ട്. കണ്ട ഓരോന്നോരോന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുക രാവിലെ. പറയണ്ട ഉമ്മയുടെ കഥ. നമ്മുടെ വാർപ്പെല്ലാം എന്താ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അടുപ്പെല്ലാം റെഡിയാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഉരുളിയും കൊണ്ട് വരികയാണ്. നമ്മുടെ രായം വൈദ്യര് ലെവല് നോക്കുകയാണ്. കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല. നമ്മുടെ രായമൈതിരി പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം അപ്പീലില്ല. നമ്മുടെ വരുക നിർത്തിക്കൂ, ഞാനത് കഴിച്ചോളാം. ഇനിയെല്ലാം ബാക്കി സംഭവങ്ങളെല്ലാം കഴുകി റെഡിയാക്കി ഒന്ന് ഒഴിക്കണം. ഒഴിച്ചു. ബിസ്മില്ലാ. വെളുത്തുള്ളിയും ഓക്കെ, അതങ്ങോട്ട് വെച്ചറിയാം. എല്ലാം കൂടെ കഴുകി ഒഴിക്കാമല്ലോ. വരുക. എന്താ പോക,
പക്ഷെ രാവിലത്തെ ആ മട്ടം അങ്ങ് മാറിയില്ലയോ. ഞാൻ വിചാരിച്ചു ഓഹോ പെയ്ത് തകർത്ത് പെയ്യുമായിരിക്കുമെന്ന്. ഞാൻ 6 മണിയാകുമ്പോ എണീക്കണം, ജോലി ഉണ്ടല്ലോ എന്ന് ഉമ്മ വരുത്തില്ലെന്നും പറഞ്ഞല്ലോ. അത് കാരണം ഉറങ്ങാതെ ഓരോ സമയമാകുമ്പോഴും നോക്കും. അതറിഞ്ഞില്ല, 4 മണിയായപ്പോ ഞാൻ ഉണർന്നു. 4 മണിക്ക് എണീറ്റ് ബാത്റൂം ഞാൻ വന്ന് നോക്കിയപ്പോ നല്ല ഉറക്കം. ഞാൻ എണീച്ചപ്പോ ചെന്ന് നോക്കി. ഉമയ്ക്ക് അമ്പലത്തിൽ മോന്റെ പക്കപ്പറന്നാളോ അതാണ്ട് വായനയും കാര്യവും. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു അടവ് പഠിച്ചിരിക്കുവോ എന്തെങ്കിലും. അല്ല സത്യത്തിൽ ആണയിട്ട് പറഞ്ഞു, മോനെ കൊണ്ട് സത്യം ചെയ്ത് അല്ലെങ്കിൽ വരാതിരിക്കത്തില്ല ഇത്താ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ആ മോളുണ്ട്, അവള് ഗർഭിണി. അപ്പൊ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ ഊപ്പാട് വരുക ആ പെണ്ണിനെ കൊണ്ട്. ഉമ്മക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ കൊഞ്ചുതീയൽ വെച്ച് ചക്കക്കുരു മുരിങ്ങയ്ക്കായും കൊഞ്ചുമല്ല ഇട്ടിട്ട്. അപ്പം അത് മതി. അതും നമുക്കൊരു റംബുട്ടാനിട്ടൊരു പിന്നെ നമ്മുടെ പുളിശ്ശേരി വെക്കാം. കൂട്ടിയിട്ടുണ്ടോ? റംബുട്ടാൻ പുളിശ്ശേരി കൂട്ടിയിട്ടുണ്ടോ? ആ അപ്പം കൂട്ട്. അച്ഛൻ കൂട്ടിയിട്ടുണ്ടോ റംബുട്ടാനിട്ട പുളിശ്ശേരി? ആ അപ്പം ഇന്ന് നമ്മളതാണ് ഇന്നത്തെ വിഭവം. പാൽക്കായം തോട്ടി വേണ്ട അച്ഛാ, നമുക്ക് പിന്നെ ഏണി ചാരി വെച്ചിടാം പിന്നാട്ട്. ഇത് കഴിഞ്ഞിട്ടേ പച്ച ഇറന്നിട്ടുണ്ടോ പഴുത്ത ഞങ്ങൾക്ക് ഇച്ചിരി എടുക്കാം. ഞങ്ങൾ ഈ പ്രാവശ്യം പഴുത്തയൊക്കെ നല്ലതായിട്ട് ഇതിൽ തോരുരി. പ്രാവശ്യത്തെ റംബുട്ടാൻ മൊത്തം ചാക്ക് കണക്കിന് ഒഴിഞ്ഞു, രായം തന്നെ വാരിക്കൊണ്ട് കളഞ്ഞത്. ആദ്യത്തെ 2-3 കൊല്ലം വാവലും അണ്ണാനും ഒന്നും കണ്ടില്ല. ഏറ്റവും ലാസ്റ്റ് ഇവിടെ പഴുക്കത്തുള്ളൂ. അത് കാരണം ഒരെണ്ണം നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടി. എല്ലാം കഴിയും. നമ്മുടെ രായം വന്നു കഴിഞ്ഞാൽ പറമ്പ് മൊത്തം ഒരു കരിയില ഇല്ലാതെ തൂത്തുവാരും. ടെറസിൻ്റെ മുകളെല്ലാം അതുപോലെ തന്നെയാണ്. അതിപ്പം ജോലിക്ക് പോയാലും പോയിട്ട് തിരികെ വന്നിട്ട് അങ്ങനെ ചെയ്യും. അത് പുള്ളിയുടെ ഒരു ശീലമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അച്ചായനും ഇതിൻ്റെ എല്ലാം പണി കഴിയുന്നുണ്ട് തന്നെ എല്ലാം കഴുകി നല്ല അടിപൊളിയായിട്ട് കമഴ്ത്തി വെച്ചിട്ട് ഉണക്കി നല്ലതായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങും. മഴ വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് അകത്ത് കൊണ്ടുപോകും. അഥവാ മഴക്കാലമാണെങ്കിലും ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി തുടച്ച് എടുത്തിട്ടാണ് നമ്മൾ ഇത് കോരി അതിലേക്ക് വെക്കുന്നത്. പൊട്ടാൻ തുടങ്ങി. ഇനി പൊട്ടാൻ അച്ഛാ പാടി കൂട്ടി. കാരണം ലാസ്റ്റ് പിടിക്കരുതടിയിൽ മൈക്ക് ലൂക്കിന് കൈമാറി. ഇപ്പുറത്തും കൂടെ വാ. ഇങ്ങും പിടുത്തമൊന്നും ഇല്ലേ? അതാ തീ 4 വശം ഒരുപോലെ വന്ന് അടുക്കായി കഴിയുമ്പോഴാ നമ്മുടെ ലേഹ്യം കോരാറായി വരുന്നുണ്ട്. അപ്പം ചരുവങ്ങളൊക്കെ ഒന്ന് നൂർത്ത് വെച്ചു. ഒന്നും കൂടെ ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് നമുക്ക് ഇതിലെല്ലാം കോരി നിറയ്ക്കേണ്ടതല്ലേ. എല്ലാം ഒന്ന് റെഡിയാവട്ടെ. നമ്മുടെ വീടും പറമ്പും പരിസരങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുമ്പം അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു എന്തോ വല്ലാത്തൊരു സന്തോഷമാണ്. ഒരിച്ചിരി ഒന്ന് കോരിക്കാ. നേരെ എവിടെ ചേട്ടോ കുത്തിക്ക് നേരെ
യാ അങ്ങനെ കുഴപ്പമില്ല. ആയി വരുന്നു ഇല്ലേ? ഇളക്കിക്ക്. സൈഡിൽ നിന്ന് വിടണം. അച്ഛൻ പൊക്കോ, കുഴപ്പമില്ല. അച്ഛൻ പൊക്കോ. മടങ്ങി വരണം വരുന്നു. ലെവലിലല്ല ഇല്ലയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. നമ്മുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അയ്യോ, പൊള്ളിയോ? അത് എന്നാ പിന്നെ താഴെ വെച്ചുകൂടെ? കൈ പൊള്ളുമ്പോൾ അങ്ങ് താഴെ വെക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ട് നമ്മൾ കുപ്പികളിലേക്ക് നിറച്ച് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അതാ നമ്മുടെ റംബുട്ടാൻ പുളിശ്ശേരി, കൊഞ്ചും മുരിങ്ങയ്ക്ക ചക്കക്കുരു തീയൽ, നമ്മുടെ മാങ്ങ അച്ചാർ, പച്ചമാങ്ങ ഒരു പച്ചടി വെച്ചതാണ്, അത് കുറച്ചുണ്ടായിരുന്നേ. പച്ചമാങ്ങ പച്ചടി, പിന്നെ വേണ്ട നമ്മുടെ കണ്ണിമാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്, മുളകൊക്കെ കീറിയിട്ട് നല്ല അടിപൊളി. ഇതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ചോറ് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അമ്പഴങ്ങ അച്ചാറാണിത്. പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ. അപ്പോൾ നാരങ്ങായും അമ്പഴങ്ങായും മാങ്ങായും ഒക്കെ വേണ്ടവരൊക്കെ എടുക്കട്ടെ. നമ്മുടെ അച്ചായനും ചായനും പപ്പായും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കറിയും ഇതാണ്ട് ഈ മാങ്ങയും ആ അച്ചാറുകൾ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കാരണം ഇന്ന് മീനൊന്നും മേടിക്കാൻ പോകാൻ സമയമില്ല. ഞാൻ പിന്നെ ഇന്നലെ അങ്ങ് നമ്മുടെ തീയലൊക്കെ വെച്ചിരുന്നു. ഇനി അച്ചായനും പപ്പായും രായനും കൂടി വന്ന് ഫുഡ് കഴിച്ചാൽ മാത്രം മതി. ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഈ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് കാണുമ്പോൾ കൊതിയായിരിക്കും അല്ലേ? ഈത്തപ്പഴവും പിന്നെ നാരങ്ങയും കൂടെ അച്ചാറിട്ടതാണേ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതേണ്ട കാണിച്ചു തരാം ഞാൻ. ഈ അമ്പഴങ്ങയില്ലേ, അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ അറിയുമോ? ഇതേണ്ടതേ അമ്പഴങ്ങയാണിത്, കണ്ട അമ്പഴങ്ങ അച്ചാറിട്ട് വെച്ചിരിക്കുകയാണേ. പിള്ളേർക്ക് പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതും വേറെ കുറേ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചതാണ്. നമുക്ക് ചോറും കൂടെ കഴിക്കാം. അവർ വന്ന് ചോറ് കഴിച്ചാൽ മാത്രം മതി. ഓക്കേ, എങ്ങനെയുണ്ട് അച്ഛാ നമ്മുടെ പിന്നെ റംബുട്ടാൻ പുളിശ്ശേരി? അടിപൊളിയാ. ഇതുവരെ കൂട്ടിയിട്ടുണ്ടോ? രായനോ? ആദ്യമായിട്ട് കഴിക്കുക. എങ്ങനെയുണ്ട്? നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന പോലെ തന്നെ ഇല്ലേ? അതിനേക്കാളും ഇച്ചിരി കൂടെ ടേസ്റ്റ് ഇല്ലേ? അടിപൊളി. അച്ചാനും പിന്നെ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരുപാട് കറികളൊന്നും അത്ര. പുള്ളിക്കാരൻ സിമ്പിളിൻ്റെ ആളാ, സിമ്പിള്. ഒരുപാട് കറികളൊന്നും ഇഷ്ടമല്ല. എപ്പോഴും പറയും, ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന കാര്യം പറയുമ്പോഴും പറയും എനിക്കതൊന്നും വേണ്ടോ, അമ്മന്തിയാണോ ഒരു ഇത്രയും ചോറ്. സത്യമാണ്. ഞങ്ങളുടെ രായം പിന്നെ ഞങ്ങളുടെ കൂട്ടാ. ഇത് ഞെരടിയിട്ട് വീഴുന്നുണ്ടോ? കൊള്ളാം. എങ്ങനെയുണ്ട് രായ? സത്യം പറ. കൊള്ളാം അല്ലേ? അതെ, ഇതല്ലേ നല്ലത്. ഞാനതാ ഇന്നലെ അങ്ങ് കറി വെച്ച് രാത്രി തന്നെ തീയലങ്ങ് വെച്ച്. നമുക്കിത് മതി. ഹോട്ടലിലെ ഭക്ഷണം നമുക്ക് പറ്റത്തില്ല. അതെ, സത്യമാ. ഉമ ചതിച്ചതാ. ഉമ വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. അവൾ വരുത്തില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ രാത്രി തന്നെ കറി അങ്ങ് വെച്ച്. പിന്നെ എനിക്കറിയാം രാവിലെ റംബുട്ടാൻ എടുത്തിട്ട് ഒരു കറിയും കൂടെ വെച്ചാൽ നമ്മുടെ അടിപൊളിയാവും. ചോറ് നിറച്ചിട്ട് കഴിക്കണേ. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.